നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങൾ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ വ്യക്തി നിങ്ങളെ വിളിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. വീഡിയോയുടെ അവസാനം വരെ കാണുക. ലാസ്റ്റ് റീഡിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു അഫർമേഷൻ പറയുന്നുണ്ട്. റീഡിംഗ് കണ്ടതിന് ശേഷം ആ അഫർമേഷൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു കാർഡ്സിലോട്ട് നോക്കിയിരുന്ന് തന്നെ നിങ്ങൾ ഒന്നുകൂടി ഈ വീഡിയോ കാണുക. വീഡിയോ കണ്ടുകൊണ്ട് തന്നെ അഫർമേഷൻ പറയുക. 100% എഫക്റ്റീവായിട്ടുള്ള അഫർമേഷനാണത്. അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ കണ്ട് അഫർമേഷൻ പറയുന്നവർക്ക് ഉറപ്പായിട്ട് 100% റിസൾട്ട് ഉണ്ടാകുന്നതാണ്. ഇത് ജെൻഡർലെസ്, ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയം തൊട്ട് ഇത് വാലിഡ് ആകുന്നതായിരിക്കും. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു തേർഡ് പാർട്ടി കടന്നു വന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അതുപോലെയുള്ള സിറ്റുവേഷൻസ് ലൈഫിലുള്ളവർ ഈ ഒരു വീഡിയോ പ്രത്യേകം കാണുക. നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് 4 of Wands ആണ്. രണ്ടാമത്തെ കാർഡ് ദ ഫൂൾ കാർഡാണ്. 9 of Cups, ഡെവിളിൻ്റെ ഷാഡോ കാർഡ്, 5 of Pentacles, പേജ് ഓഫ് വാൻഡ്സ്, ഷാഡോ കാർഡ് ഓഫ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, ഷാഡോ ഓഫ് ഡെത്ത് കാർഡ്, 7 of Pentaclesൻ്റെ ഷാഡോ കാർഡ്, 10 of Pentaclesൻ്റെ ഷാഡോ കാർഡ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ഷാഡോ ഓഫ് 3 of Swords. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. ഈ ഒരു കാർഡ് സ്പ്രെഡിൽ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വന്ന് പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടിരിക്കുകയാണ് എന്നതാണ്. ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്, നിങ്ങളിലേക്ക് മടങ്ങി വരുന്നത് നോക്കി. ഈ വീഡിയോ കാണുന്ന സമയത്ത് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ആ വ്യക്തിയെ ഒരു കോൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയോടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ എല്ലാം മറന്ന് ആ വ്യക്തി നിങ്ങളോട് പഴയതുപോലെയുള്ള സ്നേഹത്തിൽ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ മറ്റൊരു ചിന്തകളുമില്ല, നിങ്ങളല്ലാതെ മറ്റൊരു ചിന്തകളും ഇല്ല എന്നാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയം ആ വ്യക്തി, നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളുടെ അരികിലുണ്ട് എന്ന സന്തോഷത്തോടു കൂടി ഇരുന്ന് കാണുക. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടിട്ടാണ് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയത് എന്നുണ്ടെങ്കിൽ, ഇവിടെ കാണിക്കുന്നത് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ആ തേർഡ് പാർട്ടി നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയിൽ നിന്നും അകന്നു പോകുവാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് എന്നാണ്. അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ഇപ്പോൾ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയും ആ തേർഡ് പേഴ്സണും തമ്മിൽ കംപ്ലീറ്റ് ബ്രേക്കപ്പ് ഉണ്ടാകാൻ ടൈം ആയിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. മറ്റാര് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ തടഞ്ഞു കഴിഞ്ഞാലും ഇനി ഒരിക്കലും നിങ്ങളിലേക്ക് ആ വ്യക്തി മടങ്ങി വരണം എന്നുള്ള ചിന്ത മാറ്റുകയില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്തൊക്കെ തടസ്സങ്ങൾ ആ വ്യക്തിയുടെ മുമ്പിൽ നേരിട്ട് കഴിഞ്ഞാലും നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ, അല്ലെങ്കിൽ ഒരു മാരേജ് ലൈഫ്, ഒരു സെലിബ്രേഷൻ, ഒരു ആഘോഷം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ട്രിപ്പ്, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉള്ള കുറേ കാര്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ മുഴുവനും. നിങ്ങളിലേക്കുള്ള മടങ്ങിവരവിനെ കുറിച്ച് ആലോചിക്കുക മാത്രമല്ല ഈ വ്യക്തി ചെയ്യുന്നത്, തിരികെ ഏത് ദിവസം നിങ്ങളുടെ അടുത്ത് വരണം എന്ന് തന്നെ ഈ വ്യക്തി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് വീഡിയോയുടെ അവസാനം പറഞ്ഞിരിക്കുന്ന അഫർമേഷൻ കൂടെ പറയുകയാണെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇന്ന് തന്നെ നിങ്ങളെ വിളിക്കുകയോ നിങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള തീരുമാനം എടുക്കുകയോ ചെയ്യുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അത്രമേൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ തേർഡ് പേഴ്സണിനെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ശരിക്കും അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തേർഡ് പേഴ്സണിനെ അവോയ്ഡ് ചെയ്യുമ്പോഴൊക്കെ ആ തേർഡ് പേഴ്സൺ ഒരുപാട് ഫ്രസ്ട്രേഷനും ഒരുപാട് വഴക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് ഇടുന്നുണ്ട്. എന്നെങ്കിൽ പോലും ആ വ്യക്തിക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല.
നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി, നിങ്ങൾ തമ്മിലുള്ള റീയൂണിയന് വേണ്ടി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്ത് റിസ്ക് വേണമെങ്കിലും എടുക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്നേഹിച്ച വ്യക്തി അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഇടയിൽ ഉള്ള ആ തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയുടെ, അതായത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ മദർ, ഫാദർ അല്ലെങ്കിൽ ഇൻലോസ്, നിങ്ങളുടെ ഇൻലോസ് ആണെങ്കിൽ പോലും അവർ തന്നെ നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ പാർട്ട്ണറെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരു റിസൾട്ടും അവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അവരെയൊക്കെ തള്ളിക്കളഞ്ഞു തന്നെ നിങ്ങളുടെ അരികിൽ എത്തുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി പോലും വരില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ ആരുടെയൊക്കെ വാക്കുകളാണോ നിങ്ങൾ സ്നേഹിച്ച വ്യക്തി കേട്ടത്, ആ വാക്കിനൊന്നും ഇപ്പോൾ ആ വ്യക്തി ഒരു വിലയും കൊടുക്കുന്നില്ല. അവരുടെയൊക്കെ വാക്ക് കേട്ട് നിങ്ങളെ വിഷമിപ്പിച്ചതും നിങ്ങളെ ഉപേക്ഷിച്ചതും ഒക്കെ ഓർത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ശരിക്കും ദുഃഖിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തി ഒരുപാട് പ്രഷർ അനുഭവിക്കുന്നുണ്ട്. ഈ പ്രഷർ കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു സ്വസ്ഥമായിട്ടുള്ള ഉറക്കം, ഒരു സ്വസ്ഥത, ഒരു മനസ്സമാധാനം ലഭിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ വൈഫ് ഹസ്ബൻഡിൻ്റെ അരികിലേക്ക് മടങ്ങി വരാനും ഹസ്ബൻഡ് വൈഫിൻ്റെ അരികിലേക്ക് മടങ്ങി വരാനുമുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം പിരിയാൻ കാരണക്കാരായ വ്യക്തികൾ ആരാണോ അവരിൽ നിന്നും ഒരുപാട് ദൂരെ, ഒരുപാട് അകലെ മാറി താമസിക്കുവാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് മടങ്ങി വന്ന് ഈ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിൽ ആരൊക്കെയാണോ നെഗറ്റീവായിട്ടുള്ള എനർജീസ് ക്രിയേറ്റ് ചെയ്തത് അവരിൽ നിന്നും അങ്ങ് ദൂരെ, നിങ്ങളുമൊത്ത് ദൂരെ മാറി താമസിക്കുവാനാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും ഈ തേർഡ് പേഴ്സണിൻ്റെ ആഗ്രഹത്തിനും ആവശ്യത്തിനുമൊത്ത് നിങ്ങളുടെ വ്യക്തി നിന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇനി ആ തേർഡ് പേഴ്സണിന് നിങ്ങളുടെ ലൈഫിൽ ഒരു റോൾ ഇല്ല എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറിനെ എന്ത് കാര്യമാണോ നിങ്ങളുടെ അരികിലേക്ക് വരാതിരിക്കാൻ വേണ്ടി തടഞ്ഞത്, ആ ചങ്ങലയൊക്കെ പൊട്ടിച്ചിട്ടാണ് നിങ്ങളുടെ അരികിലേക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വരാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. മറ്റുള്ളവരുടെ അഭിപ്രായത്തിലോ മറ്റുള്ളവരും അല്ല തീരുമാനിക്കേണ്ട നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആഴം. ആ ആഴം മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ടത് നിങ്ങൾ തമ്മിലാണ് എന്നുള്ള സത്യം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റാരുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഒന്നും നോക്കാതെ തന്നെ നിങ്ങളെ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് തിരികെ ക്ഷണിക്കുന്നതാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു എന്ന് തന്നെ വിചാരിക്കുക. ആ വന്നതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സന്തോഷം നിങ്ങളുടെ മുഖത്ത് വരട്ടെ. ആ സന്തോഷവും ആ ഒരു പോസിറ്റീവ് ഫീലിംഗും നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ മനസ്സിലും നിറയുക. നിങ്ങളുടെ പാർട്ട്ണറിന് ഒരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാലം ആ വ്യക്തി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്നിട്ട് ആ വ്യക്തി എന്ത് നേടി എന്നതാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തേർഡ് പേഴ്സണിന് ആ വ്യക്തിയുടെ പണമായിരുന്നു വേണ്ടത്. ഈ തേർഡ് പേഴ്സണിന് സന്തോഷിക്കുവാനും മനസ്സമാധാനം ഉണ്ടാക്കാനും നിങ്ങളുടെ പാർട്ട്ണർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും പണത്തിൻ്റെ പേര് പറഞ്ഞും പല കാര്യത്തിനും ഒരു കുറ്റപ്പെടുത്തൽ മാത്രമാണ് നിങ്ങളുടെ പാർട്ട്ണറിനെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. കഴിഞ്ഞുപോയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വ്യക്തി ഒന്നും ജീവിതത്തിൽ നേടിയില്ല എന്ന സത്യം നിങ്ങളുടെ പാർട്ട്ണറിന് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചുറ്റിനും ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി ഉള്ള ആൾക്കാരെല്ലാവരും ഈ വ്യക്തിയുടെ ജീവിതം നശിക്കുന്നത് മാത്രമായിരുന്നു ആഗ്രഹിച്ചിരുന്നത് എന്ന സത്യം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അനുസരിച്ച് അവരുടെ മുമ്പിൽ തല കുനിച്ച് അവർ പറയുന്നത് പോലെ അല്ല ജീവിക്കേണ്ടത് എന്ന സത്യം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അവരുടെ വാക്കുകൾ കേട്ടും അവരുടെ പല രീതിയിലുള്ള പ്രലോഭനങ്ങൾക്കും ഇരയായി ആ വ്യക്തി നിങ്ങളുടെ ഹൃദയം ഒരുപാട് നോവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിനുണ്ടായ ആ ഒരു നോവ് മാറ്റുവാൻ വേണ്ടി ആ ഒരു വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നു.
നിങ്ങൾ സ്നേഹിച്ച വ്യക്തി, നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ, ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ, നിങ്ങളെ എങ്ങനെ ഏത് വിധേനയാണെങ്കിലും ആ വ്യക്തി കോണ്ടാക്ട് ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ പറയേണ്ട അഫർമേഷൻ ഞാൻ പറയാം. ഈ ഒരു അഫർമേഷൻ പറഞ്ഞ് ഇന്ന് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് 3 റൂൾസ് നിങ്ങളത് പാലിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യത്തേത്, 100% വിശ്വാസത്തോടു കൂടി മാത്രം ഈ അഫർമേഷൻ ചൊല്ലുക. ഈ അഫർമേഷൻ ചൊല്ലുമ്പോഴും ചൊല്ലിയതിന് ശേഷവും 1% പോലും ഒരു തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ ബാധിക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അഫർമേഷൻ വർക്കാവില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അരികിലെത്തുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കുമല്ലോ. നിങ്ങളുടെ അരികിൽ ആ വ്യക്തി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച സന്തോഷം എത്രത്തോളമാണോ ആ സന്തോഷത്തോടു കൂടി ഇരുന്ന് ഈ അഫർമേഷൻ പറയുക. അഫർമേഷൻ ഇതാണ്: ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് പകരം നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ പേര് പറയാവുന്നതാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെ വിളിച്ച് ഞാൻ അവരിൽ നിന്നും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സംസാരിക്കുവാൻ സാധിച്ചതിന് നന്ദി. ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഞാൻ ആഗ്രഹിച്ച സന്തോഷകരമായ ആ മെസ്സേജ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി. ഞങ്ങൾ പരസ്പരം വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരുപാട് നേരം സംസാരിക്കാനായി സാധിച്ചതിന് നന്ദി നന്ദി നന്ദി. ഇനിയും എന്നെ ഇതുപോലെ സ്നേഹപൂർവ്വം എല്ലാ ദിവസവും വിളിച്ച് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഇത് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടിയും 1% പോലും നെഗറ്റീവ് ചിന്തയില്ലാതെയും സന്തോഷത്തോടുകൂടിയും ഈ അഫർമേഷൻ ചൊല്ലിക്കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരിക്കും. ഈ വീഡിയോ കണ്ട എല്ലാവരെയും യൂണിവേഴ്സ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ്. കുടുംബജീവിതത്തിലെ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, വിദ്യാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കരിയർ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, നെഗറ്റീവ് എനർജി, ബ്ലാക്ക് മാജിക്, ഇതിനൊക്കെ ഇവിടെ പരിഹാരം ചെയ്തു കൊടുക്കുന്നതുമാണ്. താല്പര്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.